ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഏതു സാഹചര്യത്തിലും സന്തോഷവും ശാന്തതയും പാലിക്കുവാൻ നാം ശ്രമിക്കണം. മോഹഭാവം നമ്മെ കീഴ്പ്പെടുത്തരുത്. സന്തോഷമില്ലാത്തവരിൽ നിന്ന് ആളുകൾ അകന്നു പോകും. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുവാനാണ് ലോകം ഇഷ്ടപ്പെടുന്നത്. സന്തോഷത്തിനുള്ള സകല മാർഗവും അടഞ്ഞുപോയെന്ന് തോന്നുന്ന ചില അവസരങ്ങൾ ജീവിതത്തിലുണ്ടാകും. നമ്മുടെ പദ്ധതി പ്രകാരം കാര്യങ്ങൾ നടക്കാതിരിക്കും. രോഗത്താൽ ആരോഗ്യം നശിച്ചു എന്ന് തോന്നും. പണസംബന്ധമായി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരാം. ചുറ്റുപാടുകൾ വിപരീതമായി തീരും. ഭാവി അപകടത്തിലാണെന്ന് തോന്നിപ്പോകും. സന്തോഷമില്ലാതാകും. ഇനി ഒരിക്കലും സന്തോഷമുണ്ടാവുകയില്ലെന്ന് ചിന്തിച്ചു പോകും. സാഹചര്യങ്ങൾ പൂർണ്ണമായി അനുകൂലമാക്കിയ ശേഷം സന്തോഷം കണ്ടെത്താമെന്ന് കരുതണ്ട. മറ്റേതെങ്കിലും വിധത്തിൽ സന്തോഷം കണ്ടെത്തണം. കർത്താവിലൂടെ സന്തോഷിക്കാമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. എല്ലാം ഒരുമിച്ച് വിപരീതമാകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. സന്തോഷിക്കുവാൻ തക്കവണ്ണം ശേഷിപ്പുള്ള കാര്യങ്ങളെ കണ്ടുപിടിച്ച് സന്തോഷിക്കുവാൻ നാം പഠിക്കണം. ഏതെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി നാം തകർന്നു പോകാറുണ്ട്. ബിസിനസ്സിൽ പരാജയപ്പെട്ട ഒരാൾ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. അയാൾക്ക് ആരോഗ്യമുണ്ട്, ഉത്തമയായ ഭാര്യയുണ്ട്, കൃപയുള്ള മക്കളുണ്ട്. അനേകം അനുഗ്രഹങ്ങളുടെ മധ്യത്തിൽ നഷ്ടപ്പെട്ടത് ബിസിനസ് മാത്രം. എല്ലാം പോയി എന്ന ധാരണയാണ് അയാളെ നിരാശനാക്കിയത്. ഈ യാഥാർത്ഥ്യം അയാളെ ഒരു സ്നേഹിതൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ഭോഷ്യത്വം ബോധ്യമായി. പിന്നീട് പരിശ്രമിച്ച് ജീവിതത്തിൽ ഉയർന്നു. ഇതുപോലെ കാരണം കൂടാതെ നാം ഭാരപ്പെടുന്നവരാണോ? അനേകം നന്മകളുള്ളപ്പോൾ ഒന്ന് നഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടതായി ചിന്തിക്കാതിരിക്കുകയാണ് ഉത്തമം. ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കരുത്. സങ്കീർത്തനങ്ങൾ 32:7. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.